നാട്ടിൽ ഒരുപക്ഷെ തമിഴ് സിനിമയിലാണ് നാട്ടാമൈ എന്നൊക്കെ പറയുന്ന സിനിമയിലുണ്ട് പഞ്ചായത്ത്, കട്ടപ്പഞ്ചായത്ത് എന്ന് പറയും. ഇതുപോലത്തെ മണ്ടത്തരം പറയാൻ ഇയാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അത് കട്ടപ്പഞ്ചായത്തല്ല സാറേ, അതിപ്പോൾ അതിൻ്റെ പേര് ഊര് പഞ്ചായത്ത് എന്നാണ്. ആ ഓരോരോ മറ്റേ സ്ഥലം, ഒരു പഞ്ചായത്ത്, ഒരു 7-8 പഞ്ചായത്തുകൾ ചേർന്നിട്ടാണ് അല്ലെങ്കിൽ ഒരു 10-15 പഞ്ചായത്തുകൾ ചേർന്നിട്ടാണ് ആ നാട്ടിലുള്ള ഒരു വലിയൊരു പ്രമാണി. അത് ജാതി ബേസ്ഡാണ്. അതൊക്കെ ഇപ്പോൾ ഇല്ല. അത് പണ്ടുണ്ടായിരുന്നത് ഒരുപാട് ആൾക്കാർ മിസ്യൂസ് ചെയ്തു. അവർ പോലീസ് സ്റ്റേഷനിലേക്കൊന്നും പോകാനായിട്ട് ആൾക്കാരെ സമ്മതിക്കില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിലുള്ള, അതായത് ഈ ഊരെന്ന് പറയുന്ന ഈ ഊര് ഇവരെ തള്ളി വെക്കുക എന്ന് പറഞ്ഞാൽ ഇവരെ മാറ്റി നിർത്തുക എന്ന് പറയും. ഈ പോലീസിലേക്കൊക്കെ പോയ ആൾക്കാരുമായിട്ട് പിന്നെ ഒരു ഇടപാടും ഇല്ല, നിനക്കൊക്കെ പുറത്ത് പോകാൻ, ഞങ്ങളുടെ സ്ഥലത്ത് നീ ജീവിക്കണ്ട എന്നുള്ള രീതിയിലുള്ള പരിപാടിയൊക്കെ പണ്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. അതിൻ്റെ പേര് ഊര് പഞ്ചായത്ത്, കട്ടപ്പഞ്ചായത്തല്ല. കട്ടപ്പഞ്ചായത്ത് എന്ന് പറയുന്നത് ഈ മറ്റേ റൗഡികൾ, ഇവർ 3-4 ആൾക്കാർ ഈ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഈ കൊട്ടേഷൻ ടീംസൊക്കെ ഒരു 3-4 ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വിളിച്ച്, ഡേയ് അണ്ണൻ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ നിന്നെയൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അങ്ങനെ ചെയ്യുന്നതാണ് കട്ടപ്പഞ്ചായത്ത്. കട്ടപ്പഞ്ചായത്ത് ഇല്ലീഗലാണ്. ഇയാൾ പറയാൻ ഉദ്ദേശിച്ചത് ഊര് പഞ്ചായത്തിൻ്റെ കാര്യമാണ്. പക്ഷേ അത് കട്ടപ്പഞ്ചായത്തായിപ്പോയി. കാരണം ഇയാളുടെ മനസ്സിലുള്ളത് കട്ടപ്പഞ്ചായത്താണേ. ഇയാളുടെ മനസ്സിലുള്ളത് മറ്റേ പഞ്ചായത്ത് പോലെ, ഊര് പഞ്ചായത്ത് പോലെ ഇങ്ങനെ ആൾക്കാരെ വിളിച്ചിട്ട് ആൾക്കാർക്ക് നന്മ ചെയ്യണമെന്നുള്ളതല്ല. ഇയാളുടെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ കട്ടപ്പഞ്ചായത്ത് ചെയ്യണം, ഇയാൾക്ക് ഗുണമുണ്ടാവണം, ഇയാളുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഗുണമുണ്ടാവണം. അല്ലാതെ എന്താ പറയുക, അല്ലേ, തൃശ്ശൂർക്കാരെ പറഞ്ഞാൽ മതിയല്ലോ. അത് നാട്ടിലെ പ്രമാണിമാർ 10 പേര് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അനുസരിക്കും, ചെവി കൊടുക്കും, ഹൃദയം കൊടുക്കും എന്ന് പറയുന്ന കുറച്ച് വ്യക്തികൾ ഇരുന്ന് ചില വിഷയങ്ങളൊക്കെ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പോകാതെ ഒതുക്കി തീർക്കുന്നുണ്ട്. നമ്മൾ മലയാളീസ് ഒരുപാട് തമിഴ് സിനിമകളിൽ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനത്തെ പഞ്ചായത്ത് കൂടുകയും ഒരു പെണ്ണിനെ ഇങ്ങനെ ബലാത്സംഗം ചെയ്തു ഒരുത്തൻ. അപ്പോൾ അത് വേണ്ടപ്പെട്ട ആളായിരിക്കും. അപ്പോൾ പറയും, എന്താ വേണ്ടത്, ഇവളാണ് അവനെ പറ്റിച്ചത്, ഇവളാണ് അവൻ്റെ മുന്നിൽ പോയി ഇങ്ങനെ നിന്നത്, ഇവളങ്ങനെ നിന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ള ഒരു ലൈനിൽ പോയിട്ട് ആ ഒരു സ്കീം എടുത്തിട്ട് ആ പെണ്ണിനെ അവസാനം കുറ്റക്കാരിയാക്കി, ആ പെണ്ണിനെ മറ്റേ മൊട്ടയടിക്കുക, ആ പെണ്ണിനെ ഊരിന്ന് മാറ്റി നിർത്തുക, അതായത് തള്ളി വെക്കുന്ന പരിപാടി, ആ വക പരിപാടിയൊക്കെ പണ്ടുണ്ടായിരുന്നു സാറേ. അതിപ്പോൾ ഇല്ല. ആ വക പരിപാടിയിലേക്കാണ് നിങ്ങളുടെ പോക്കെന്ന് നമുക്കറിയാം. നമ്മൾ ചോറാണല്ലോ കഴിക്കുന്ന മലയാളീസ്. ഈ ഉന്നത കുല ജാതൻ എന്നുള്ള പണ്ടത്തെ പുള്ളിയുടെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതാണ് ഇപ്പോഴും വരുന്നത്. ഇപ്പോഴും മറ്റേ ഉള്ളിക്കിടന്ന മറ്റേ സുരാജിൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ, വിനയം എത്രത്തോളം മുഖത്ത് വാരിത്തേച്ച് വെച്ചാലും ഉള്ളിക്കിടക്കുന്ന ഫ്രാഡുകൾ ഇടയ്ക്കിടയ്ക്ക് തള്ളി കയറി വരും എന്ന് പറയുന്ന സംഭവമാണ് ഇയാളുടെ ഒരു പരിപാടി. എവിടെ പോയാലും ഇയാൾക്ക് അയ്യോ എന്തിനാണ് ഈ നമ്മുടെ തൃശ്ശൂർക്കാർ ഇയാളെ വിജയിപ്പിച്ചതെന്നുള്ളത് എനിക്കറിയാം. ഇതുവരെ പിടികിട്ടാത്തൊരു കാര്യമാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ആൾക്കാർ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അവർക്കും ഈ വക ചിന്താഗതിയൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ശരിക്കും വിജയിച്ചതാണോ എന്നറിയില്ല. ഈ രാഹുൽ ഗാന്ധി ദിവസം വന്ന് ബോംബ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, മറ്റേ വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ്. തൃശ്ശൂരിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. മറ്റേ ഹൗസ് നമ്പർ 0 എന്താടാ വീട്ടുപേര്, കീഴേക്കടയിൽ, എം എൽ എ കാവ് എന്നൊക്കെ പറഞ്ഞ് മറ്റേ പണ്ടത്തെ ശ്രീനിവാസൻ്റെ സിനിമയിലൊക്കെ ഓരോ നാടിൻ്റെയൊക്കെ പേരിടും. നാട്ടിലെങ്ങും ഇല്ലാത്ത ചില പേരുകളൊക്കെയാണ് ഇടുക. കാരണം ആ ഒരു സ്ഥലത്തെ മോശമായിട്ട് കാണിക്കേണ്ടതെന്ന് വെച്ച് പുള്ളി ഇടുന്നതാണ്. ആ വക പരിപാടിയൊക്കെയാണ് ഇവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൗസ് നമ്പർ 0 അവിടെ 8 ആൾക്കാരാണുള്ളത്, 8 പേർക്ക് വോട്ടുണ്ട്. എന്താ അല്ലേ, അപ്പോൾ വോട്ട് ചോരി പരിപാടിയാണോ ഇനി നടത്തിയ തൃശ്ശൂരിലെന്നറിയില്ല. കാരണം തൃശ്ശൂർക്കാർ അത്രയ്ക്കും മണ്ടന്മാരാണ്. തൃശ്ശൂർക്കാരെന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു സംഭവം, ഒരു ജാതി ആൾക്കാരാണ് നമ്മുടെ തൃശ്ശൂർക്കാർക്ക് ഇങ്ങനത്തെ ഒരു മണ്ടത്തരം തൃശ്ശൂർക്കാർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്തോന്നറിയില്ല, എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു ബലമായ ഒരു സംശയം ഇതെന്തോ സംഭവം സംതിങ് ഉണ്ടായതാണ് എന്നാണ്. അതാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനൊക്കെ എതിരെ സംസാരിച്ചെന്നാവും. പിന്നെ എനിക്കെതിരെ നോൺ ബെയിലബിൾ ഒഫൻസൊക്കെ വരും. അങ്ങനെ നോൺ ബെയിലബിൾ വരണമെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ പേരിൽ വരണമല്ലോ, അല്ലേ? ഞാനിങ്ങനെ ഓപ്പണായിട്ടൊന്നും പറയുന്നില്ല, നമ്മളിങ്ങനെ ഒരു മയത്തിലിങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. എന്താണെങ്കിലും ഇത് ഭയങ്കര കേട്ടോ, ഇയാളുടെ ഓരോരോ സമയത്ത് ഓരോരോ ആക്ടിവിറ്റീസ് കാണുമ്പോഴേ ശരിക്കും ഇയാൾക്ക് സുബോധം നഷ്ടപ്പെട്ടോ, ഇയാൾ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ 9th മൂണോ 7th സ്കൈയോ അങ്ങനെ എന്തൊക്കെയോ പറയുമല്ലോ ഇംഗ്ലീഷിൽ. അങ്ങനെ അതായത് Cloud 9 എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവം ഇങ്ങനെ. അതായത് ഇയാൾ ഈ ലോകത്തൊന്നും അല്ല, അങ്ങ് പറന്ന് എവിടെ എത്തി. അവിടെ നിന്നിട്ടാണ് ആ കണ്ണും മുഖമൊക്കെ നോക്കി ആ ഒരു എക്സ്പ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ. കാരണം പണ്ടത്തെ സുരേഷ് ഗോപി ഇങ്ങനെ അല്ലായിരുന്നു. പണ്ട് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. പിന്നെ ഭയങ്കര കള്ളുകൂടി പരിപാടി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ പണ്ട് പുള്ളിയെ കണ്ടിട്ടുണ്ട്, പുള്ളിയുടെ അടുത്ത് മിണ്ടിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്.
വലിയ സൗഹൃദമൊന്നും ഇല്ലെങ്കിലും ഒരു സ്റ്റാറല്ലേ, നമ്മുടെ 2000 ടൈമിലൊക്കെ പുള്ളി ഭയങ്കര സ്റ്റാറാണല്ലോ. ആ സമയത്ത് നമ്മൾ പോയി കാണുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഇയാളുടെ പോക്ക്, നിൻ്റെ പോക്ക് നാശത്തിലേക്കാണ് എന്ന് പറഞ്ഞ പോലെ എന്താ പാടോ കാണിക്കുന്നത്. ഒരു നാട്ടിലെ ആൾക്കാരെ മൊത്തം വിഡ്ഢിയാക്കാമെന്ന് വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു വിചാരം കൂടുതൽ സമയമൊന്നും ആ ഒരു വിചാരം ഇങ്ങനെ നിലനിൽക്കണമെന്നില്ല. അതിങ്ങനെ അതിനുള്ള പണി 7ൻ്റെ പണി 10ൻ്റെ പണിയൊക്കെ എവിടെന്നെങ്കിലൊക്കെ വരും. ഇപ്പോൾ 7ൻ്റെ പണിയുടെ മറ്റേ ബിഗ് ബോസ് നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ഫ്ലോയിൽ പറഞ്ഞാൽ 7ൻ്റെ പണിന്ന്. അയാൾ ഭയങ്കര കേട്ടോ, ഒരുപാട് PR വർക്കും കാര്യങ്ങളും എന്താ അല്ലേ.